ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. IT യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന വ്യത്യസ്ത ട്രേഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ട്രേഡ്സ്മാൻ മേറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ നേവി സിവിലിയൻസ് എൻട്രൻസ് ടെസ്റ്റ്, ഇതാണ് ആ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് പോസ്റ്റുകളുണ്ട്. www.joinindianavy.com.government.in എന്ന് പറയുന്ന സൈറ്റിൽ കാര്യങ്ങളുടെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ലഭ്യമാകും. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ട്രേഡ്സ്മാൻ മേറ്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ്. ഇവിടെ വന്നിട്ട് 18,000 രൂപ മുതൽ 56,900 വരെയുള്ള ഒരു പെർമനൻറ്റ് ജോബാണ് ഉള്ളത്. ഓക്കെ, മാക്സിമം IT യോഗ്യത ഉള്ളവർക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ITയിലെ ഏതെങ്കിലും ഇനി പറയാൻ പോകുന്ന റിലവൻറ്റ് ട്രേഡുകളിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഈ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യവും ആ ഒരു സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് നെയിം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നോക്കിക്കൊള്ളുക. മാക്സിമം ട്രേഡുകളും ഇവിടെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ട്രേഡുകൾ നിങ്ങളുടെ പഠിച്ചിട്ടുള്ള ട്രേഡുകൾ ഇതിൽ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയും ട്രേഡുകൾക്കാണ് ഇതിനകത്തേക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം ട്രേഡ്സ്മാൻ മേറ്റ് എന്ന് പറയുന്നതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഇൻ പ്രൊഡക്ഷൻ ഓർ മെയിൻ്റനൻസ് ഓഫ് ഷോപ്പ്, ഷിപ്പ്, സബ്മറൈൻ, ജനറൽ ക്ലീൻനെസ് ആൻഡ് അപ്കീപ്പ് ഓഫ് ദ സെക്ഷൻ ഓർ യൂണിറ്റ്, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതൊന്ന് വായിച്ച് നോക്കുക. ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസുകൾ കൂടി നോക്കാം. വേക്കൻസി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വെസ്റ്റേൺ നാവൽ കമാൻഡിൽ അൺറിസർവ്ഡിന് 50, അതായത് ഏത് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ്. പിന്നെ SC കാൻഡിഡേറ്റിന് 19 വേക്കൻസി. ഓക്കെ, ഈ SCക്കാർക്കും ഈ അൺറിസർവ്ഡിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ദെൻ ST ഉണ്ട് 9 വേക്കൻസി. OBCക്ക് അതർ ബാക്ക്ഗ്രൗണ്ട് കാസ്റ്റാണ് 36. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓക്കെ 12 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 135 വേക്കൻസി. ഈസ്റ്റേൺ നാവൽ കമാൻഡിൽ ടോട്ടൽ 15 വേക്കൻസിയും സൗത്തേൺ നാവൽ കമാൻഡിൽ ടോട്ടലായിട്ടുള്ളത് 15 വേക്കൻസി. ഈ മൂന്നിടത്ത് കൂടി വരുന്നത് ടോട്ടൽ 161 വേക്കൻസികളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുവാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് തുടങ്ങിയിട്ടുണ്ട്. 20 ജൂലൈ 2024 മുതൽ ഓഗസ്റ്റ് 2 വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ഗൈഡ് ലൈൻസ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാം തന്നെ വായിച്ച് നോക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം, ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഇതിലേക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളുക. ദെൻ നമുക്ക് പ്രധാനമായിട്ടും ഇതിൻ്റെ റിലാക്സേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉൾപ്പെടുന്ന ഒരിതാണ്. അൺറിസർവ്ഡ് എക്കണോമിക്കൽ വീക്കർ സെക്ഷന് 18 മുതൽ 25 വയസ്സ്, OBC 18 മുതൽ 28 വയസ്സ്, SC/ST കാൻഡിഡേറ്റിന് 18 മുതൽ 30 വയസ്സ് വരെ, PWD എക്സ്ട്രാ 10 വയസ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ജോബ് റിലാക്സേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത് തന്നെയാണ്. ഓക്കെ, ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു, ഫീസൊക്കെ അടച്ച് സബ്മിറ്റ് ചെയ്യുക, എല്ലാ ഡോക്യുമെൻറ്റ്സുകളും ഇതെല്ലാം കൃത്യമായി വായിച്ചു നോക്കി ആ രീതിയിൽ അപ്ലൈ ചെയ്യുന്നു. ദെൻ അതിനുശേഷം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വിളിക്കും. എക്സാമിൻ്റെ പ്ലേസൊക്കെ ഞാൻ പറയാം. സോ എക്സാമിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇംഗ്ലീഷിലും ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ ഉണ്ടായിരിക്കും. ജനറൽ ഇൻ്റലിജൻസ് 25 ക്വസ്റ്റ്യനുകൾ 25 മാർക്ക്, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് 25 ക്വസ്റ്റ്യനും 25 മാർക്കുമാണ് ഉണ്ടായിരിക്കുന്നത്. 90 മിനിറ്റാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ആ ഒരു സിലബസിൻ്റെ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ, ജനറൽ ഇൻ്റലിജൻസിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതെല്ലാമാണ്, ഓക്കെ, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ഏതൊക്കെയാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്ന ടോപ്പിക്ക് ഏതൊക്കെയാണ് എന്നിവ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏജ് റിലാക്സേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് ക്രൂഷ്യൽ ഡേറ്റ്സ് വരുന്നത്
ഇവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ എക്സാമിനേഷൻ ഫീ ആയിട്ട് SC ST PWD അത് എക്സ് സർവീസ് മാന് വുമൻസ് കാൻഡിഡേറ്റ്സിന് ഒഴികെ എല്ലാവർക്കും 295 രൂപയാണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ പേയ്മെൻറ്റ് എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഡ്മിറ്റ് കാർഡ് വിൽ ബി ഇഷ്യൂഡ് ഫോർ ദ എക്സാമിനേഷൻ ഓൺലി ടു ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് സക്സസ്ഫുള്ളി പെയ്ഡ് ദ എക്സാമിനേഷൻ ഫീ ഓർ ആർ എന്നിട്ട് ഓക്കെ. സോ നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ഒക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ അയച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിനുള്ള ഹാൾ ടിക്കറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്ത് ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ അയക്കുന്ന ഫീസ് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല, പേയ്മെൻറ്റ് അൺസക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഓട്ടോമാറ്റിക്കലി തന്നെ അത് റീഫണ്ടബിൾ ആവുന്നതായിരിക്കും. എക്സാമിനേഷനുള്ള സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് കുറേയധികം സിറ്റീസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ക്രമപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ആവശ്യമായിട്ടുള്ള 3 സിറ്റീസ് അവരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു സിറ്റീസ് തന്നെ ലഭിക്കണമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം കാൻഡിഡേറ്റ്സ് അവിടെ ആ ഒരു സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും. then കൂടുതൽ പേര് ഒരേ സിറ്റിയിലൊക്കെ കൊടുക്കുന്നു, then മറ്റൊരു സിറ്റിയിൽ വളരെ കുറഞ്ഞ ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവിടെ തന്നെ വരണമെന്നില്ല, നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ. ദെൻ ആപ്ലിക്കേഷൻ ഫോർ മൾട്ടിപ്പിൾ പോസ്റ്റ് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ട്രേഡ്സ്മാൻ മീറ്റ് മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകളിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ട്രേഡ്സ്മാൻ മീറ്റ് IT ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിനെ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരേ ദിവസമായിരിക്കും, ഒരേ ഷിഫ്റ്റിലായിരിക്കും, വ്യത്യസ്ത സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും എക്സാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരിടത്ത് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഓരോ അപ്ലൈ ചെയ്യുമ്പോഴും പ്രത്യേകം ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുകൾ എന്ന് പറയുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഫോർമാലുള്ള നോട്ടിഫിക്കേഷൻസ് ഞാൻ ഗ്രൂപ്പിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. ഗ്രൂപ്പിലില്ലാത്തവർ ജോയിൻ ചെയ്യുക. കൂടുതൽ വേക്കൻസി ഡീറ്റെയിൽസ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.